നമസ്കാരം സുഹൃത്തുക്കളെ, ഗുരുജിയോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു സംവാദം അടുത്തിടയ്ക്ക് യുക്തിവാദിയായ ജബ്ബാർ മാഷും നിഷ് ഓഫ് ട്രൂത്തിന്റെ ഡയറക്ടറായ എം അക്ബർ സാഹിബും തമ്മിൽ നടന്നു. ഈ സംവാദത്തോടുള്ള ബന്ധത്തിൽ അനേക റിവ്യൂകൾ, അഭിപ്രായങ്ങൾ, വീക്ഷണങ്ങളൊക്കെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും നടത്തുകയും അതിന്റെ വീഡിയോകൾ യൂട്യൂബിൽ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ച് ഒരു വിലയിരുത്തലിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പഠിക്കുവാനുള്ള പാഠങ്ങൾ ഇരുവശത്തുമുള്ള പ്രിയപ്പെട്ടവർക്ക് പഠിക്കുവാൻ കഴിയുമെങ്കിൽ അത് നല്ല കാര്യമായിട്ട് കാണുകയാണ്. എം അക്ബർ സാഹിബ് ജബ്ബാർ മാഷുമായിട്ട് സംവാദത്തിൽ ഏർപ്പെട്ട ആ നിമിഷം മുതൽ ക്രിസ്ത്യാനികളായിരിക്കുന്ന ഞങ്ങളുടെ ഉള്ളിലും വലിയൊരു പ്രതീക്ഷകൾ ഉണർന്നിരിക്കുകയാണ്. പല മുസ്ലിം സുഹൃത്തുക്കളുമായിട്ട് ക്രിസ്ത്യാനികൾ ആശയപരമായ ചർച്ചയിൽ ഏർപ്പെടുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജബ്ബാർ മാഷുമായിട്ട് സംവാദത്തിൽ ഏർപ്പെട്ട അക്ബർ സാഹിബിന് എന്തുകൊണ്ട് ക്രിസ്ത്യാനികളുമായിട്ട് സംവാദത്തിൽ ഏർപ്പെട്ടുകൂടാ? ഈ ഒരു ചോദ്യത്തിന് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ മനസ്സിലാകേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, യുക്തിവാദിയുമായിട്ട് ഒരു സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ ഖുറാനിൽ അന്നത്തെ കാലത്തെ മനുഷ്യർക്ക് മനസ്സിലാക്കുവാനോ മനസ്സിലാകാത്തതായ എന്തെങ്കിലും കാര്യങ്ങൾ, ആധുനിക ലോകത്ത് കണ്ടെത്തിയ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ മുഹമ്മദിന്റെ പുസ്തകത്തിൽ കണ്ടെത്തിയാൽ മാനുഷികമായ മനുഷ്യന്റെ സ്വന്തം ബുദ്ധി കൊണ്ട് എഴുതി പിടിപ്പിക്കുവാൻ കഴിയാത്തതെന്ന നിലപാടിലേക്ക് എത്തുകയും അങ്ങനെ അടുത്തൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കും. അതെന്താന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യന് മാനുഷികമായി മനസ്സിലാക്കുവാനോ വെളിപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു കാര്യം തന്റെ പ്രസംഗത്തിലോ വെളിപ്പാടുകളായിട്ടോ പുസ്തകമായിട്ടോ ആ നിലയിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ സോഴ്സ് എന്തായിരിക്കും? ഒരു യുക്തിവാദിയായിട്ട് സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ ഒന്നെങ്കിൽ ഇത് ദൈവികമാണോ അതല്ലെങ്കിൽ മാനുഷികമാണോ എന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടി മാത്രമേ കണ്ടെത്തുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അക്ബർ സാഹിബിന് ഈ വിഷയത്തിൽ ഇതൊരു വളരെ ഒരു സൂപ്പർ നാച്ചുറൽ ആയിരിക്കുന്ന ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിക്കുവാനുള്ള ശ്രമം മാത്രമാണ് അദ്ദേഹം അവിടെ കാഴ്ചവെച്ചതും. അത് 2 മിനിറ്റ് കൊണ്ട് ഇതിലൊന്നും പ്രത്യേകിച്ച് സൂപ്പർ നാച്ചുറൽ ആയിട്ടൊന്നും ഇല്ല, ഇതിൽ പ്രത്യേകിച്ച് ഒരു ശാസ്ത്രവും ഇല്ല എന്ന് ജബ്ബാർ മാഷ് തെളിയിക്കുകയുണ്ടായി. എന്നാൽ ക്രിസ്ത്യാനികളുമായിട്ട് സംവാദത്തിന് കടന്നു വരുമ്പോൾ ഖുറാനിൽ കാണപ്പെടുന്ന വാക്യങ്ങളും വലിയ രഹസ്യമായി അല്ലാഹു കടത്തിവിട്ട ശാസ്ത്രവും ഇത് ദൈവികമാണോ മാനുഷികമാണോ എന്ന 2 ഓപ്ഷനിൽ ഒതുങ്ങുന്നതല്ല എന്ന് അക്ബർ സാഹിബിന് നന്നായിട്ട് അറിയാം. ഉദാഹരണത്തിന്, ഒരു പുസ്തകത്തിൽ വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു പുസ്തകത്തിൽ അതിലെന്തെങ്കിലും പ്രത്യേകത, ഒരു ശാസ്ത്രം കണ്ടെത്തി അല്ലെങ്കിൽ ഒരു രഹസ്യം അന്നത്തെ ആ കാലം വരെയുള്ള ആളുകൾക്ക് തിരിച്ചറിയുവാൻ അറിയാത്തൊരു കാര്യം അതിന്റെ അകത്ത് അടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മനുഷ്യന്റെ ഒരു കഴിവോ കണ്ടെത്തലുകളോ അല്ല, മറിച്ച് തന്റെ ബുദ്ധിക്കപ്പുറമായ ഒരു കാര്യമായി വിലയിരുത്തപ്പെടും. അപ്പോൾ അത് മാനുഷികമല്ല എന്ന് തെളിയിക്കുമ്പോൾ തന്നെ, മാനുഷികമല്ല എന്ന് പറയുമ്പോൾ തന്നെ അത് ദൈവികമാണ് എന്ന് വരുന്നില്ല. കാരണം ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് പോലെ തന്നെ സാത്താനും അവന്റെ കൂട്ടരും ഉണ്ട് എന്ന വിശ്വാസം പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപോലെ വെച്ച് പുലർത്തുന്നവരാണ്. ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവിക വെളിപ്പാടുകൾ മനുഷ്യനെ സത്യത്തിലേക്കും ശരിയായ മാർഗദർശനം നൽകുന്നതാണെങ്കിൽ, സാത്താനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നത്,
അവൻ ലോകത്തെ വഞ്ചിക്കുന്നു എന്നാണ്. യേശുക്രിസ്തു വളരെ വ്യക്തമായി പഠിപ്പിച്ചൊരു കാര്യമാണ്, പിശാച് കളവ് പറയുന്നവനാണ്, നുണയനാണെന്നുള്ളത്. അപ്പൊ ചതിയനും നുണയനും വ്യാജം പറയുന്നവനുമാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരു കൂട്ടം ആളുകളെ വഞ്ചിക്കുവാൻ വേണ്ടി ഭൂമിയെക്കുറിച്ചും ഭൂമിയുടെ പുറത്തുമുള്ള ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യങ്ങൾ അന്നത്തെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ഭാവിയിൽ അതൊരു വലിയൊരു കണ്ടെത്തൽ, അതൊരു കണ്ടുപിടുത്തമായി മാറുകയും ചെയ്താൽ അതിനെ ദൈവികം എന്ന് മാത്രം അങ്ങനെ ഒരു ചർച്ചയിൽ ഒതുക്കുവാൻ കഴിയത്തില്ല. മറിച്ച് അത് ദൈവികമാണോ പൈശാചികമാണോ മാനുഷികമാണോ എന്ന ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടും. എമമുഖർ സാഹിബിന് ഈ പ്രശ്നം നന്നായിട്ട് അറിയാം. സാക്ഷി അപ്പോളജറ്റിക് നെറ്റ്വർക്ക് ഡിഷ് ഓഫ് ട്രൂത്തുമായിട്ട് സംവാദത്തിന് കരാർ ഒപ്പുവെക്കുന്നതിന് മുമ്പ് നൽകപ്പെട്ട വിഷയങ്ങൾ ഒന്ന് ഇത് തന്നെയായിരുന്നു. ഇൻസ്പിറേഷൻ, ഖുറാന്റെ പുറകിൽ അല്ലെങ്കിൽ ഖുറാൻ വെളിപ്പാടുകളാണ് മുഹമ്മദ് എഴുതി ഉണ്ടാക്കിയതല്ല, മറിച്ച് ഇത് ഒരു പ്രത്യേക വെളിപ്പാടിൽ നിന്നാണ് ഈ പുസ്തകം രൂപപ്പെട്ടതെന്ന് ഉള്ള ഒരു ചോദ്യം വന്നാൽ അത് ഏത് വെളിപ്പാട്, ആരിൽ നിന്നുള്ള വെളിപ്പാട്? അത് ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടാണോ അതോ ദുഷ്ടാത്മാക്കളിൽ നിന്നുള്ള വെളിപ്പാടാണോ? ഈ ഒരു ചോദ്യം മുമ്പിൽ വന്ന അക്ബർ സാഹിബിന്റെ കൂട്ടരുടെയും ശാസ്ത്രവും ശാസ്ത്രത്തിന്റെ രഹസ്യങ്ങളൊക്കെ അല്ലാഹു ഒളിച്ചു കടത്തുവാൻ ശ്രമിച്ച കാര്യങ്ങളെല്ലാം തന്നെയും യാതൊരു പ്രസക്തിയും ഇല്ലാതാകുമെന്ന് എമം അക്ബർ സാഹിബിന് അറിയാം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ ആസ്പദമാക്കി ഒരു സംവാദത്തിന് വേണ്ടി അക്ബർ സാഹിബ് കടന്നു വരുമോ എന്ന ചോദ്യത്തിന് 99% സാധ്യതയില്ല. എങ്കിലും ജബ്ബാർ മാഷുമായിട്ട് സംവാദത്തിന് വരാൻ മനസ്സ് കാണിച്ച അക്ബർ സാഹിബ് ക്രിസ്ത്യാനികളുമായിട്ടും ഇതേ വിഷയത്തെ ആസ്പദമാക്കി ഒരു സംവാദത്തിന് കടന്നു വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. യോനയുടെ കഥ പറയുവാൻ വേണ്ടിയാണ് ഞാൻ പ്രാരംഭത്തിൽ സമയമെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ഇൻട്രോ എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. ബൈബിളിൽ യോന എന്ന പേരിൽ ഒരു പ്രവാചകനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. യഹോവയായ ദൈവം, അതെ സത്യദൈവമായ യഹോവ തെരഞ്ഞെടുത്ത ഒരു പ്രവാചകൻ യഹോവയുടെ ഉദ്ദേശം ഹിതത്തിനു വേണ്ടി ഒരു പ്രത്യേക ജാതികളുടെ ഇടയിലേക്ക് അയക്കുമ്പോൾ പ്രവാചകൻ അവരെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ, അവരുടെ ഇടയിലേക്ക് കടന്നു പോകുവാൻ കഴിയാതെ അദ്ദേഹം ദൈവത്തിന് താല്പര്യമില്ലാത്ത, ദൈവം പറയാത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യുവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ കപ്പലിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളും പ്രതിസന്ധികളെ കുറിച്ച് യോനയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കഥ വായിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ബൈബിൾ നിങ്ങൾക്ക് സൗജന്യമായി എത്തിക്കുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ യാത്രയിൽ യഹോവയായ ദൈവത്തിന്റെ ഭക്തൻ ദൈവത്തിന്റെ ഹിതപ്രകാരം പോകേണ്ടതിന് പകരം ദൈവത്തിന്റെ ഹിതത്തിനെതിരെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം യാത്ര ചെയ്ത യാത്രക്കാർക്ക് ഒരു പ്രശ്നമായി മാറുകയാണ്. അദ്ദേഹം യാത്ര ചെയ്യുന്ന കപ്പൽ വളരെ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും വലിയ കൊടുങ്കാറ്റിന്റെ നടുവിൽ അകപ്പെടുകയും ആ കപ്പൽ നശിച്ചു പോകും എന്ന തലത്തിലേക്ക് ആകുകയും ആളുകൾ വളരെ നിലവിളിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രശ്നക്കാരൻ താൻ തന്നെയാണെന്ന് തിരിച്ചറിയുകയും തന്റെ കൂടെയുള്ള യാത്രക്കാരോട് തന്നെ എടുത്ത് കടലിലേക്ക് എറിയുവാനും അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുവാൻ കഴിയുമെന്ന് പറയുകയും അങ്ങനെ യോന പ്രവാചകനെ കടലിലേക്ക് എടുത്തെറിയുകയും ആഴക്കടലിൽ പ്രവാചകൻ വീഴുകയും ഒരു മത്സ്യം വന്ന് അദ്ദേഹത്തെ വിഴുങ്ങിയ സംഭവം, അതേപോലെ തന്നെ ആ ആഴക്കടലിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു പ്രത്യേക പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയാണ് ജബ്ബാർ മാഷ് എമം അക്ബർ സാഹിബിന് അദ്ദേഹം നൽകിയ ശാസ്ത്രം എന്ന നിലയിൽ
മുമ്പോട്ട് അവതരിപ്പിച്ച വിഷയത്തിന് മറുപടിയായിട്ട് ബൈബിളിൽ അത് മുന്നമേ പറയപ്പെട്ടിരുന്നു എന്ന് അദ്ദേഹം അവതരിപ്പിച്ചത്. ഇനി ആഴക്കടലിൽ തിരമാലകൾ ഉണ്ട് എന്നുള്ളത് പുതിയ അറിവാണോ? ആ അറിവ് എവിടുന്ന് അടിച്ചെടുത്തതെന്ന് ഞാൻ കാണിച്ചു തരാം. ബൈബിളില് യോന എന്ന് പറയുന്ന അധ്യായത്തിൽ പറയുന്നു, നീ ഈ യോന കടലിൽ മുങ്ങുന്നതിനെ കുറിച്ച് പറയും. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ടുകളഞ്ഞു, പ്രവാഹം എന്നെ ചുറ്റി, നിന്റെ ഓളങ്ങളും തിരകളുമെല്ലാം എൻ്റെ മീതെ മറികടന്നുപോയി. അവിടെ ആഴക്കടലിൽ മുക്കിയപ്പോൾ അവിടെ പ്രവാഹങ്ങളുണ്ട് എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഇതൊന്നും ബൈബിളിൽ നിന്ന് അടിച്ചു മാറ്റിയ അറിവാണ്. അപ്പോൾ ഇവിടെ യോനയുടെ കഥ പറയുമ്പോൾ യോനയുമായിട്ട് എം.എം. കുശ് സാഹിബിന് എന്ത് ബന്ധം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലെങ്കിലും കഥയുമായി ചെറിയൊരു സാമ്യമുണ്ട്. കഥ മറ്റൊരു തരത്തിൽ അക്ബർ സാഹിബിന്റെ ജീവിതവുമായിട്ട് വളരെ ബന്ധമാണ്. സത്യദൈവമായി യഹോവയെ ഉപേക്ഷിച്ച് അറബികളുടെ ദേവനായ അല്ലാഹുവിനെ പിൻപറ്റുന്ന അക്ബർ സാഹിബ് ആ ദൈവത്തെയും ആ ദൈവത്തിന്റെ പ്രവാചകനെയും പിൻപറ്റുകയും ആ മതത്തിന്റെ ഭാഗമാക്കുവാൻ വേണ്ടി രാവും പകലും അധ്വാനിക്കും. യഹോവയുടെ ഹിതപ്രകാരമല്ലാതെ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അക്ബർ സാഹിബ് അദ്ദേഹം യാത്ര വളരെ ഉല്ലാസത്തോടെ യാത്ര ആരംഭിക്കുന്നു. പേരും പ്രശസ്തിയും ഒക്കെ അദ്ദേഹത്തിനുണ്ടായി, പണമുണ്ടായി. അദ്ദേഹം തിരഞ്ഞെടുത്ത വഴി മറ്റു മതങ്ങളെ വിമർശിക്കുക, അങ്ങനെ വിമർശിച്ച് സ്വന്തം മതത്തെക്കുറിച്ചുള്ള വലിപ്പം ബലൂൺ ഊതുന്നത് പോലെ വീർപ്പിച്ച് കാണിക്കുക എന്നുള്ളതായിരുന്നു. തുടക്കത്തിൽ ഈ വക പ്രവർത്തികളെ കൈയടിച്ച് മുസ്ലിങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. അവർക്കതിലൊരു രസം കണ്ടെത്തി. ബൈബിളിന്റെ കുറവുകളും കുറ്റങ്ങളും, പ്രവാചകന്മാരുടെ കുറ്റങ്ങളും, കൃഷ്ണന്റെയും യേശുവിന്റെയും രാമന്റെയും വേദങ്ങളുടെയും പുരാണങ്ങളുടെയും ഒക്കെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഇരുന്ന് വേദികളിൽ പറഞ്ഞ് നമ്മന്റെ മതം വലിയ സംഭവമാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി. എന്നാൽ മുസ്ലിം സുഹൃത്തുക്കൾ മനസ്സിലാകാതെ പോയ ഒരു കാര്യമുണ്ട്. ഒരു പരിധി വിട്ടുള്ള വിമർശനങ്ങള് അത് ഏതൊരു വ്യക്തിയെയും മുറിവിലേക്കും വേദനയിലേക്കും പ്രയാസത്തിലേക്കും നയിക്കുന്നു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇസ്ലാം മതത്തെ ഒന്ന് പഠിക്കാമെന്ന് തീരുമാനിച്ച് ക്രിസ്ത്യാനികൾ അറബി പഠിക്കുകയും ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കുകയും അങ്ങനെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ന് കാണുന്നത് പോലെ ഒരു തലവേദനയായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഇത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഇസ്ലാമിനെ വിമർശിക്കുന്ന ധാരാളം പേര് കൂട്ടം കൂട്ടമായിട്ട് ഫേസ്ബുക്ക്, വാട്സപ്പ് മാധ്യമങ്ങൾ കാണുവാൻ കഴിയും. മുസ്ലിങ്ങൾ പോലും അറിയാത്ത പല കാര്യങ്ങളും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സംസാരിക്കുമ്പോൾ അന്തം വിട്ടു നിൽക്കുന്ന ദാവാക്കാരെയാണ് നാം കാണുന്നത്. പഴയതുപോലെ സംവാദം, സ്നേഹസംവാദം എന്ന പറ്റിക്കൽ പരിപാടി നടത്തുവാൻ കഴിയാതെ ഏറെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. ഇപ്പൊ പഴയതുപോലെ ഇസ്ലാമിനെ കുറിച്ച് പ്രസംഗിക്കുവാനും ഇസ്ലാമിനെ കുറിച്ച് തർക്കിക്കുവാനും പലർക്കും താല്പര്യമില്ല. ഉദാഹരണം നമ്മുടെ മുഹമ്മദ് ഈസയെ തന്നെ എടുക്കുക. അതേ ഒരു ക്രിസ്ത്യൻ ചാരനാണ് എന്ന് ആരെങ്കിലും ആരോപിച്ചാൽ അതിൽ യാതൊരു തെറ്റും പറയുവാനില്ല. കാരണം സ്വന്തം മതത്തെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും കിതാബിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും പറയുന്നതിൽ ലജ്ജ തോന്നുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതലും സമയം പൗലോസിനെ കുറിച്ചുള്ള കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന റിസർച്ചിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എത്ര മറുപടി കിട്ടിയാലും അദ്ദേഹത്തിന് നിലനിൽപ്പ് ഒരു വിഷയമായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ആവർത്തിച്ചു. കാരണം അദ്ദേഹത്തിന് അത് പറയുന്നില്ല എങ്കിൽ പിന്നെ എന്ത് പറയാൻ പറ്റും? മുഹമ്മദിനെ കുറിച്ചോ ഖുറാനെ കുറിച്ചോ അല്ലാഹുവിനെ കുറിച്ചോ ദീനിനെ കുറിച്ച് പറയുവാൻ അദ്ദേഹത്തിന് അറിയത്തില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ ഇങ്ങനെ പൗലോസിനെ കുറിച്ച് വിമർശന വിധേയമാക്കി സംസാരിക്കാം.
അപ്പൊ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം, അദ്ദേഹം പൗലോസിനെതിരെ ഉന്നയിക്കുന്ന ഓരോ പോയിന്റും ശരിക്കും ഞാൻ കറങ്ങിത്തിരിഞ്ഞ് സ്വന്തം പ്രവാചകനെതിരെയാണ് വരുന്നത്. അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിൽ, ഒരു സൂയിസൈഡ് പരിപാടിയിലേക്ക് ഏർപ്പെടുന്നതിന്റെ ഒരു പ്രശ്നത്തെയാണ് ഞാൻ പറഞ്ഞത്. ഇദ്ദേഹം ഒരു രഹസ്യ ക്രിസ്ത്യാനിയാണ്. കാര്യം ക്രിസ്ത്യാനിക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ പഴയതുപോലെ ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് പകരം പ്രശ്നത്തിലാകപ്പെട്ടിരുന്നു. അക്ബർ സാഹിബ് അങ്ങനെ ഒരു കഥാപാത്രമാണ്. അക്ബർ സാഹിബ് ആരംഭിച്ച മറ്റു മതവിമർശനങ്ങൾ അത് മുസ്ലിങ്ങൾക്ക് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും മുഹമ്മദിനെ പരിഹസിക്കുകയും ഇസ്ലാമിനെ വിമർശിക്കുകയും എന്തിനേറെ ഇസ്ലാമിൽ നിന്ന് അനേകർ മതം വിട്ട് യുക്തിവാദത്തിലേക്കും ക്രിസ്തു മാർഗത്തിലേക്കും സഞ്ചരിക്കുന്ന ഒരു അവസ്ഥ. ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല, ലോകമെമ്പാടും ഈ പ്രശ്നം നടക്കുന്നതായിട്ട് ഇസ്ലാമിലെ അറിയപ്പെടുന്ന പ്രസിദ്ധരായിരിക്കുന്ന ഈ ആളുകൾ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തില് ഈ പറയുന്ന ഉറങ്ങിക്കിടക്കുന്ന ക്രിസ്ത്യാനിയെയും യുക്തിവാദിയെയും ഹിന്ദുവിനെയൊക്കെ കുത്തിപ്പൊക്കി ഉണർത്തി ഈ ചീത്തവിളി കേൾക്കുന്നതിന് കാരണം അക്ബറിനെ പോലുള്ള ആളുകളാണ് എന്ന മുസ്ലിം സമുദായം തിരിച്ചറിവിലേക്ക് എത്തിയിരിക്കുകയാണ്. അവനവന്റെ മതം പ്രചരിപ്പിക്കുകയും പ്രസംഗിക്കുന്നതിന് ഇവിടെ യാതൊരു പ്രശ്നമില്ല. പക്ഷേ സ്വന്തം മതം പ്രചരിപ്പിക്കുവാൻ വേണ്ടി മറ്റു മതങ്ങളെ പരിഹസിക്കുകയും കളിയാക്കുകയും വിമർശന വിധേയമാക്കുകയും ചെയ്യുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം ഇപ്പോൾ മുസ്ലിം സമുദായം മനസ്സിലാക്കി തുടങ്ങി. അങ്ങനെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലോട്ട് പോകുമ്പോൾ അതിന്റെ ഉത്തരവാദി അക്ബർ സാഹിബ് ആണ് എന്ന തിരിച്ചറിവ് മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ യോനയെ കൂടെയുള്ളവർ വെള്ളത്തിലേക്ക് ഇട്ടതുപോലെ ജബ്ബാർ മാഷിനെ പോലെയുള്ളവർ സംവാദത്തിൽ വെല്ലുവിളിച്ചപ്പോൾ അങ്ങനെ ഈ ആഴക്കടലിലേക്ക് എടുത്തിടാൻ മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള അണ്ണന്മാര് രംഗത്ത് വന്നുള്ളതാണ്. സമുദായത്തിന് വേണ്ടിയാണ് ഞാന് ഈ കുരിശ് ചുമക്കുന്നത് എന്നാണ് അക്ബർ സാഹിബ് തന്റെ സംവാദത്തിന് മുമ്പേ ഉള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. തനിക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് താല്പര്യമില്ലെന്നും ജബ്ബാറിനെ പോലെ ഒരാളുമായിട്ട് സംവാദത്തിന് യാതൊരു താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോന്ന എന്നെ സമുദായത്തിനു വേണ്ടി ഞാൻ അങ്ങ് എടുത്തു ചാടുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ സമുദായത്തിന് വേണ്ടി എടുത്തു ചാടി യോനെ പോലെ ആഴക്കടലിലേക്ക് എം അക്ബർ സാഹിബ് വീണു. ആഴക്കടലിൽ പോയതും കുറെ കടലിന്റെ രഹസ്യങ്ങളും ആർക്കും അറിയാത്ത എന്ന നിലയിൽ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന കുറെ രഹസ്യങ്ങളുമായിട്ടാണ് അദ്ദേഹം പിന്നെ വരുന്നത്. അങ്ങനെ ഈ സംവാദത്തില് വലിയ സംഭവം അവതരിപ്പിച്ചുവെങ്കിലും വിമർശകൻ ചോദിച്ച അല്ലെങ്കിൽ ഉന്നയിച്ച വെല്ലുവിളിക്കുള്ള മറുപടി ഒഴിച്ച് വളരെ ഭംഗിയായ നിലയിൽ കടലിന്റെ ആഴങ്ങളെ കുറിച്ച് പഠനം എം അക്ബർ സാഹിബ് നൽകി. എം അക്ബർ സാഹിബിന് വേണ്ടവണ്ണം ജബ്ബാർ മാഷിന്റെ വെല്ലുവിളിക്കൊത്തവണ്ണം മറുപടി കൊടുക്കുവാൻ കഴിഞ്ഞില്ല എന്ന് മുസ്ലിം സമുദായം നന്നായിട്ട് മനസ്സിലാക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് വീഡിയോകൾ ഇറക്കി അതിനെ ന്യായീകരിക്കുവാൻ ശ്രമിച്ചത്. പ്രിയപ്പെട്ടവര്, യഹോവയായ ദൈവം യോനയെ ആഴക്കടലിൽ നിന്ന് രക്ഷിച്ചുവെങ്കിലും അല്ലാഹുവിന് അക്ബർ സാഹിബിനെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം. സംവാദങ്ങൾ കൊണ്ട് മുസ്ലിം സമുദായത്തിന് പ്രയോജനങ്ങൾ ഉണ്ടായോ അതോ ദോഷങ്ങൾ മാത്രമാണ്? പ്രയോജനമുണ്ടായത് വ്യക്തികൾക്കാണ്. വ്യക്തിപൂജ വർദ്ധിക്കുകയും ദൈവതുല്യമായിട്ട് ഇവരെ കാണുകയും ഏതെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ഖുർആൻ വായിക്കൂ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അക്ബർ, സക്കീർ നായക്ക്, XYZ ആളുകളുടെ ശ്രദ്ധ തിരിക്കുന്ന ഒരു കാലത്തിലേക്ക് എത്തിയ സാഹചര്യത്തിൽ സംവാദങ്ങൾ കൊണ്ട് വ്യക്തികൾക്കും വ്യക്തികളുടെ പോക്കറ്റിനും നേട്ടമുണ്ടായതല്ലാതെ സമുദായത്തിന് നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന പ്രസംഗങ്ങൾ കൊണ്ടും ദാവ പ്രവർത്തനം കൊണ്ടും അമുസ്ലിങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാമിലോട്ട് വന്നു എന്ന് മുസ്ലിങ്ങൾ പോലും വിശ്വസിക്കുന്നില്ല.
ഈ വക പ്രവർത്തനങ്ങൾ കൊണ്ട് യാതൊരു മെച്ചമില്ല എന്ന് ഇതാ ഒരു പണ്ഡിതൻ തന്നെ പറയുന്നത് ശ്രദ്ധിക്കുക. Again, maybe because of who I am, but I can't sugarcoat this. I have to be brutally honest with you because I want you to understand da'wah is not so simple. You go knocking on doors, you preach to them, give them a pamphlet, and then they're going to convert. We've done this, been there, done that. I did this when I was 17 years old in Houston, and now I'm in my 40s. It doesn't work. And if anybody tells you otherwise, I'm sorry, but they're lying to you or they're mistaken or whatever. Da'wah, generally speaking, is a dry field. In my humble opinion, da'wah is not primarily done via the tongue, via intellectual arguments, via solid, logical, rational debate. It doesn't done that way. It's not done that way. I was impacted by Didat. Zakir Naik is somebody I consider to be a friend. I was with him many, many times. But the brutal fact of the matter is those tactics did not convert hundreds and thousands of people. That's just the fact. What it did was, it reaffirmed our iman. We loved Didat more than those outside of our faith. It affirmed our iman. It made us strong in our faith. But the fact of the matter is it didn't convert a lot of people. On the contrary, to be brutally honest, that mannerisms actually turned a lot of people off if you knew what was going on back in the 80s or not. So we need to overcome this issue of da'wah being an intellectual exercise, of da'wah being a rational argument of knowing how to respond to these debates. No, on the contrary, conversion to another faith is not usually an intellectual process, it is a psychological one. It is an emotional one. When you convert, it's not, generally speaking, because of a deep-seated philosophical debate that you had with somebody else. Not at all. Look around you. Who converts in our own community? The number one group of converts are those married to Muslims. That's the number one group. This is why, for me, that was a very, very different thing. So, as I said, historically speaking, the vast majority of converts that converted across the globe, it was because of groupthink. Your people are converting, you're going to convert as well. Well, that's not going to happen by and large in this land unless Allah wills a miracle, but that is atypical. It has never happened in human history, as far as I know, where people just converted en masse by themselves. Always it was either the political dominion or their rulers, and essentially that's another type of political dominion, right? And by the way, this is why I myself, I never sugarcoat the political expansion of Islam. It's ludicrous to do so. Listen to my seerah. Listen to when I talked about Abu Bakr and Umar radiallahu anhu and the wars of expansion. And I go into this detail. Was Islam expanded by the sword? And I'm very frank. This is not the time to go into there. But because of my experiences, I never sugarcoat. I never give you a romanticized view and then the truth is other than that. Because it doesn't work that way. We would not be here today as Muslims if Muhammad ibn Qasim and Amr ibn al-As didn't go and want to conquer Hind and Egypt for reasons that were no threat to Islam. We thank Allah that Ibn Qasim came to our lands. I thank Allah that Islam came through political means. And that's what we have to be blunt about. എന്തുകൊണ്ട് ദാവാ പ്രവർത്തനം കൊണ്ട് വേണ്ടവണ്ണം പ്രയോജനമില്ല എന്ന് മുസ്ലിം സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഇസ്ലാം എന്ന മതം ഒരു നിസ്തുല്യമായ ഒരു മതമായിട്ട്, യൂണിക് റിലീജിയനായിട്ട് അവതരിപ്പിക്കുവാൻ തന്നെ കഴിയുന്നില്ലെന്നുള്ളതാണ്. എന്തെങ്കിലും വ്യത്യസ്തത ഞാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം, അതിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ബ്രാൻഡ് മാറി ചിന്തിക്കേണ്ടി വരുന്നുള്ളൂ. അക്ബർ സാഹിബ് പരിചയപ്പെടുത്തുന്ന മതം, അതിൽ തന്നെ യാതൊരു നിസ്തുല്യതയുമില്ല. ഏകദൈവ വിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ ഹിന്ദു മതത്തിൽ മുതൽ ക്രിസ്തു മതത്തിൽ ഒരു ഏകദൈവ വിശ്വാസ സങ്കല്പമുണ്ട്, പഠിപ്പിലുണ്ട് എന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന അവകാശവാദങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ലാതെയാകുന്നു. ഏകദൈവം എന്നുള്ള വിശ്വാസമോ പ്രവാചകന്മാരുള്ള വിശ്വാസമോ ദൂതന്മാരുള്ള വിശ്വാസമോ കിതാബുകളുള്ള വിശ്വാസമോ ന്യായവിധി, അന്ത്യന്യായവിധി മുതലായിരിക്കുന്ന കാര്യം, ധാർമ്മികത, ഈ വിഷയങ്ങളൊന്നും തന്നെയും ഇസ്ലാമിന് മാത്രം പ്രത്യേകമായിരിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ
ആധുനിക ലോകത്തിൽ അനേക മതങ്ങളുടെ നടുവിൽ ഇസ്ലാം എന്ന പ്രൊഡക്റ്റിനെ അതിൻ്റെതായ രൂപത്തിലും ഭാവത്തിലും പരിചയപ്പെടുത്തുവാൻ മുസ്ലിങ്ങൾക്ക് കഴിയുകയില്ല. അങ്ങനെ ചെയ്ത ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നിസ്തുല്യത എന്ന ബ്രാൻഡ് വെച്ചുകൊണ്ട് പ്രൊഡക്റ്റ് വിൽക്കുവാൻ ശ്രമിക്കുന്നത്. നോക്കൂ, ഞങ്ങളുടെ പ്രവാചകനെ കുറിച്ച് ഈ പറയുന്ന പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പ്രവാചകൻ നിങ്ങളുടെ പുസ്തകത്തിൽ പ്രവചനമുണ്ട്. കാരണം ഇസ്ലാമിന് തൻ്റെതായ ഒരു നിസ്തുല്യത ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ള മതങ്ങളെ ചാരി വേണം മതപ്രചാരം നടത്താൻ. രണ്ടാമത്തത്, ആധുനിക കാലത്തിൽ ഇസ്ലാമിന് വലിയ പ്രസക്തി ഇല്ലെന്നുള്ളതാണ്. ഇന്നത്തെ സമൂഹത്തോട് ചേർന്ന് പോകാൻ പറ്റുന്ന ഉപദേശങ്ങളോ ജീവിത രീതിയോ നിലപാടുകളോ അല്ല ഇസ്ലാമിനുള്ളത്. എവിടെയും തീവ്രവാദവും ഇസ്ലാമിക നിയമം അതേപോലെ നടപ്പിലാക്കുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ നാം കാണുന്ന കാഴ്ചയാണ്. മൂന്നാമത്തത്, മനുഷ്യന്റെ ശരീരത്തെ തൃപ്തിപ്പെടുത്തുവാൻ ഇസ്ലാമിന് കഴിയും, എന്നാൽ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയത്തില്ലെന്നുള്ളത്. ഉദാഹരണം, ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന ഒന്നിലധികം ഭാര്യമാരോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഷിർക്കൊഴിച്ച് അല്ലെങ്കിൽ അല്ലാഹുവിനോട് മറ്റൊരു വ്യക്തിയെയോ ദൈവത്തെയോ മറ്റൊരു വസ്തുവിനെയോ തുല്യപ്പെടുത്തുന്ന ഒരു പരിപാടി ഒഴിച്ച്, അത് മാത്രമാണ് ഏറ്റവും വലിയ പാപം. അതിന്റെ അപ്പുറമായിട്ട് ബാക്കി എല്ലാ പാപങ്ങളും നിസ്സാരവൽക്കരിക്കുന്ന ഒരു മതത്തിൽ ഏത് തരത്തിലുള്ള പ്രവൃത്തിയിലും ഏർപ്പെടുവാൻ ഒരു മനുഷ്യന് അത് അനുവാദമുണ്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ വിവാഹം കഴിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയാകാം. കളവ് പറയുവാനോ മറ്റേതെങ്കിലും പ്രവൃത്തികൾ, അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഒരു ജഡത്തിന് സാധാരണ മനുഷ്യന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇഹലോകത്തിലും പരലോകത്തിലും നൽകപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ ഒരു വ്യക്തിക്ക് തൻ്റെതായ രീതിയിൽ ജീവിക്കാം. അത് കഴിഞ്ഞ് സ്വർഗത്തിൽ ചെന്നാലും ഇതുപോലെ ഒരു സെക്സിന്റെ സുഖ അനുഭവത്തിൽ ജീവിക്കുവാൻ മദ്യം, പെണ്ണ് എന്നാദി വിഷയങ്ങൾ അവിടെ നൽകപ്പെടുന്നു എന്ന വിശ്വാസം. എന്നാൽ ആത്മാവിനെ സംബന്ധിച്ചോളം, ഒരു മനുഷ്യന്റെ ആത്മാവിനെ സംബന്ധിച്ചോളം തൃപ്തിപ്പെടുത്തുവാൻ അക്ബർ സാഹിബിന്റെ മതത്തിന് കഴിയത്തില്ല. അതെന്തെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഖുറാനിൽ സയൻസ് ഉണ്ട്, സോഷ്യൽ ഉണ്ട്, തെലുഗു ഉണ്ട്, ഹിന്ദി ഉണ്ടെന്നൊക്കെ ബടായി പറയുമ്പോൾ ഒരു മനുഷ്യന്റെ മരണാനന്തര ജീവിതത്തിൽ അവൻ മരിച്ചാൽ അവൻ വിശ്വസിക്കുന്ന മതം അവനെ സ്വർഗത്തിൽ എത്തിക്കും എന്ന വിശ്വാസം, ആ ഒരു വിശ്വാസം ഇസ്ലാമിന് നൽകുവാൻ കഴിയുന്നില്ല. കൂടിപ്പോയ ഈ ചോദ്യം ഉന്നയിച്ചാൽ ഇൻഷാ അല്ലാ എന്ന് പറയുവാനേ കഴിയത്തുള്ളൂ. അല്ലാഹു വിചാരിച്ചാൽ മൂപ്പന്റെ ഇഷ്ടമാണെങ്കിൽ. അപ്പോൾ ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കോൺഫിഡൻസ് നൽകുന്ന ഒരു മതമായിട്ട് ഇസ്ലാമിനെ കാണാൻ കഴിയത്തില്ല. രണ്ട്, ദൈവത്തെ അറിയുവാനും അനുഭവിക്കുവാനും അക്ബർ സാഹിബിന്റെ മതം പൂർണ്ണമല്ലെന്നുള്ളതാണ്. ഒരു ദൈവം, ശക്തനായ ദൈവം യജമാനനായിരിക്കുകയും ബാക്കിയുള്ള ആളുകളെല്ലാം തന്റെ അടിമയാക്കാൻ ശ്രമിക്കുന്ന ഒരു ദൈവസങ്കല്പം, അവിടെ ദൈവമായിട്ട് വ്യക്തിപരമായി എന്ത് ബന്ധം? ഒരു യജമാനനുമായിട്ട് എന്ത് ബന്ധം? യജമാനൻ ഏൽപ്പിക്കുന്ന പണി ചെയ്യുക, അതിനുള്ള കൂലി വാങ്ങുക, തന്ന വാങ്ങുക എന്നതല്ല. അതിന്റെ അപ്പുറത്തോട്ട് യാതൊരു ബന്ധവും യജമാനനുമായിട്ടില്ല. ബൈബിൾ പഠിപ്പിക്കുന്നത് പോലെ ദൈവം പിതാവാണ്. യേശുക്രിസ്തു മുഖാന്തരം നാം എല്ലാം ദൈവത്തിന്റെ മക്കളാണ്. പിതാവും മക്കളും എന്ന ബന്ധം, അവകാശികൾ എന്ന ബന്ധം, ആ സ്നേഹബന്ധം ദൈവസ്നേഹമാണ്. ആ ഒരു സങ്കല്പം ഇസ്ലാമിലില്ല. അപ്പൊ ദൈവമായിട്ടൊരു വ്യക്തിപരമായ ഒരു ബന്ധം, ആത്മാവിൻ്റെതായ ദാഹം നിറവേറ്റുവാൻ ഇസ്ലാമിന് കഴിയത്തില്ല. അപ്പോൾ ഒരു മതം ആത്മാവിന്റെ ദാഹം പൂർത്തീകരിക്കുവാൻ കഴിയാതെ പോകുന്നതും ഇവിടെ ഒരു വലിയ ഒരു പ്രശ്നമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ എന്താണ് അക്ബർ സാഹിബിന് നൽകാൻ കഴിയുക? ഒരു ക്രിസ്ത്യാനിയുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുവാൻ ഒരു സുവിശേഷമില്ല. ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുവാൻ യേശുവിനേക്കാൾ മെച്ചമായിരിക്കും ഒരു കഥാപാത്രം ഇസ്ലാമിലില്ല. ക്രിസ്തീയ മാർഗത്തേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന ദർശനം ഇസ്ലാമിലില്ല. പിന്നെ എന്താണ് ക്രിസ്ത്യാനികൾക്ക് നൽകുവാൻ പറ്റുക? അവിടെയാണ് ജിമ്മിക്കുകൾ, ട്രിക്കുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. മറ്റു മത ഗ്രന്ഥങ്ങളുടെ
കുറവുകളും കുറ്റങ്ങളും, നിങ്ങളുടെ മതഗ്രന്ഥം വ്യാജമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ തിരുത്തപ്പെട്ടതാണ്, നിങ്ങളുടെ മതഗ്രന്ഥത്തിൽ വലിയൊന്നും ഇല്ല, പ്രവാചകന്മാരെല്ലാം മോശക്കാരാണ്, യേശു ദൈവമല്ല, തൃത്വം എന്നാദി വിഷയങ്ങളിലോട്ട് ശ്രദ്ധ മാറ്റുക. തന്റെ ഇടത്തോടെ മുമ്പിൽ വന്ന് ഇതാണ് എന്റെ വിശ്വാസം വിശ്വസിക്കാൻ പറഞ്ഞ് അങ്ങനെ വിശ്വസിക്കാൻ ആരും പോത്തില്ല. അപ്പോൾ ഇങ്ങനെ കുറ്റങ്ങളും കുറവുകളും വ്യാജം പറഞ്ഞ് യഥാർത്ഥ ഇസ്ലാമിനെ മറച്ചു വെച്ച് മറ്റൊരു പതിപ്പ് അവതരിപ്പിച്ച് അങ്ങനെ ആളുകളെ ചതിയും വഞ്ചനയിലൂടെ മതം മാറ്റം നടത്തി അകത്തോട്ട് വരുമ്പോഴാണ് മനസ്സിലാവുന്നേ, തള്ളെ ഞാൻ അവിടെ വെച്ച് കണ്ടതും കേട്ടതും ഒന്നും അല്ലല്ലോ അകത്ത് വരുമ്പോൾ. അങ്ങനെ വിദേശത്ത് ഈ പറയുന്ന പറ്റിക്കൽ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അനേകർ വഞ്ചിതരായിട്ട് ഈ മതത്തിന്റെ ഭാഗമായി. എന്നാൽ പിന്നീട് അവർ കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഞങ്ങൾ കേട്ടതും കണ്ടതും അല്ല അകത്ത് വന്നപ്പോൾ. അങ്ങനെ മതം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അത് മാത്രമല്ല, മുസ്ലിം സുഹൃത്തുക്കളുടെയും ജീവിതം ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ സ്വന്തം മതത്തിൻ്റെതായ ഈ ബഡായികൾ പറഞ്ഞ് സ്വന്തം മതവിശ്വാസികളെ കുറെ നാൾ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞെങ്കിലും ദൈവത്തിന്റെ സ്നേഹവും നിത്യതയും രക്ഷയെക്കുറിച്ചുള്ള ഉറപ്പ് ഇതെല്ലാം തന്നെ ശൂന്യമായി നിൽക്കുന്ന കാഴ്ച അനേക മുസ്ലിം സുഹൃത്തുക്കൾ ഈ കാലങ്ങളിൽ പണ്ടത്തെക്കാൾ ഏറ്റവും അധികമായി ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു കാലമായി മാറുകയാണ്. പ്രിയ മുസ്ലിം സുഹൃത്തുക്കളെ, ഇസ്ലാം മതത്തെക്കുറിച്ച് കുറ്റം പറയുവാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ആത്മാവിന്റെ ദാഹം തീർക്കുവാൻ നിങ്ങളുടെ മതത്തിന് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. കുറ്റം പറഞ്ഞും വിമർശിച്ചും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം കളയാം. എന്നാൽ കുറച്ചു കാലം മാത്രമേ നിങ്ങൾ ഈ ഭൂമിയിൽ പാർക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ വെച്ച് നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് നിങ്ങളുടെ നിത്യതയെ ബാധിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, നിങ്ങൾക്ക് രക്ഷ നൽകുന്ന ഒരു ദൈവം, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും ആശ്വാസവും നൽകുന്ന ഒരു ദൈവം, ആ ദർശനം നൽകുന്ന ഏത് മതമാണ് എന്ന് കണ്ടെത്തുവാനുള്ള അധികാരം, അവകാശം നിങ്ങൾക്കുണ്ട്. യേശു ക്രിസ്തു സത്യത്തിലേക്ക് നയിക്കുമെന്നല്ല യേശു പറഞ്ഞ്, ഞാൻ തന്നെ സത്യം എന്നാണ് പറഞ്ഞത്. ഞാന് വഴിയിലേക്ക് നയിക്കുമെന്നല്ല പറഞ്ഞത്, ഞാൻ തന്നെ വഴി എന്നാണ് യേശു പറഞ്ഞത്. ജീവനെ കുറിച്ച് പഠിപ്പിച്ചു തരാം, ഒരു ലെക്ചർ തരാമെന്നല്ല യേശു പറഞ്ഞത്, ഞാൻ തന്നെ ജീവൻ. അപ്പൊ വഴിയും സത്യവും ജീവനും യേശുവാണെന്നാണ് യേശു തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ദൈവം ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് തന്റെ ഏകജാതനായ പുത്രനെ അയച്ചു എന്നാണ്. സ്നേഹിക്കുന്ന ദൈവം, നിങ്ങൾക്ക് രക്ഷ ഉറപ്പ് നൽകുന്ന ദൈവം, സമാധാനവും സന്തോഷവും നൽകുന്ന ദൈവം. ക്രിസ്ത്യ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു വിമർശന ബുദ്ധിയോടാണെങ്കിലും ശരി, കുഴപ്പമില്ല, ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പഠിക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കി തരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.